മുട്ട കൊണ്ടും ബ്രെഡ് കൊണ്ടും നടത്തി വെക്കാത്ത പരീക്ഷണങ്ങളൊന്നുമില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ നടത്തി നോക്കിയ പരീക്ഷണത്തിൽ നല്ല സക്സസ് ആയ ഒരു ഐറ്റം തന്നെ കേട്ടത്. ഉണ്ടാക്കാനൊരു പണിയൊന്നുമില്ല. പെട്ടെന്നൊക്കെ എന്തെങ്കിലും കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റണ തന്നെയാണ്. അങ്ങനെ അത് ഒരൊറ്റ ബ്രെഡാണ് കേട്ടോ ഇതിന് വേണ്ടത്. അപ്പോൾ അതിന് കത്രിക കൊണ്ട് നമ്മളിതിൻ്റെ നടുവത്തെ പോർഷനൊന്ന് വെട്ടിയെടുക്കുക. നല്ല വൃത്തിക്കന്നെ ഒന്ന് വെട്ടിയെടുക്കുക കേട്ടോ. കത്രിക കൊണ്ടായാൽ പ്രത്യേകിച്ചൊരു രസമാണ്. നല്ല എളുപ്പത്തിൽ കട്ട് ചെയ്യുകയും ചെയ്യുക, ഒരു വൃത്തിയും കിട്ടും. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചൂടായിട്ടുള്ള പാനിലേക്ക് ബട്ടറോ വെളിച്ചെണ്ണയോ നെയ്യോ എന്താ നിങ്ങളെ കയ്യിലുള്ള വെച്ചാൽ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ആ ഫ്രെയിം മാത്രം ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഒരൊറ്റ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഈ മഞ്ഞക്കരു ഇങ്ങനെ സൈഡിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും. ആ ഉണ്ണീനൊക്കെ നല്ല കറക്റ്റ് സെൻറ്ററിലേക്ക് തന്നെ ഒന്ന് പിടിച്ച് കൊണ്ടുവരാം. ഇനി ഇതിലേക്ക് തന്നെ ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം ഒറ്റ ചീസ് സ്ലൈസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി സ്ലൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസായാലും മതി. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ല നടുവത്തെ പോർഷനൊന്ന് അതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് കുക്കായി എടുക്കുക. നല്ലോണം ഫുള്ള് കുക്കാവേണ്ട കേട്ടോ. ആ കോഴിമുട്ട നന്നായിട്ട് വേവാതെ ഒരു ഹാഫ് വേവായി കിട്ടുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ്. അങ്ങനെ ഇതൊന്ന് വെന്തതിന് ശേഷം രണ്ട് ഭാഗം ഒന്ന് ശരിക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഞെക്കി കൊടുത്തത് കുറച്ചൊന്നും കൂടി കൊണ്ടാ തോന്നുന്നുണ്ട്. ആ ഒരു മുട്ട കുറച്ചേ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് ശരിയാക്കി ബാക്കി വേണ്ട ഓയിലൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കട്ടോ, പുറം ഭാഗം മാത്രം. അങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കണം. അത് ആ കട്ട് ചെയ്യുമ്പോൾ ജ്യൂസി ആയിട്ട് പുറത്ത് കൂടെ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സ് ആഹാ. ഇത് ഒറ്റക്കൊന്ന് ഉണ്ടാക്കി കഴിക്കാൻ വിചാരിച്ച് നോക്കുമ്പോഴാണ് കട്ട് ചെയ്യുന്ന സമയത്താണ് കോളിംഗ് ബെല്ല്. അപ്പോൾ ഇക്കൊക്കെ ഒരു പീസ് കൊടുക്കേണ്ടി വന്ന് പിന്നെ ഒന്നും കൂടിയൊക്കെ ഇതേപോലെ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ഇതുമ്പോൾ തന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. സംഗതി പൊളിയേന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി.